Hi, hello, my dear students, my dear children. We are starting a new class, part 3 class of our chapter 9, Know the Indian Social System. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം നമ്മുടെ 9th ചാപ്റ്റർ ഹിസ്റ്ററി ടെക്സ്റ്റിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് ആകുകയാണ്. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കാര്യം മാത്രം പഠിച്ചാൽ നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒറ്റ കാര്യമേ പഠിപ്പിക്കാനുള്ളൂ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഡൈവേഴ്സിറ്റി ടു പ്ലൂറലിസം. എന്താണ് ഡൈവേഴ്സിറ്റി, എന്താണ് പ്ലൂറലിസം? പക്ഷേ അതിനു മുമ്പ് അത് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കിയേക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ട് 2 വീഡിയോയിൽ ടീച്ചർ 3 തരത്തിലുള്ള സൊസൈറ്റീസ് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിലുണ്ടെന്ന് പഠിപ്പിച്ചു. ഏതൊക്കെയായിരുന്നു ആ സൊസൈറ്റീസ്? ഫസ്റ്റ് വൺ റൂറൽ സൊസൈറ്റി, സെക്കൻഡ് വൺ അർബൻ സൊസൈറ്റി ആൻഡ് തേർഡ് വൺ ട്രൈബൽ സൊസൈറ്റി. ഓക്കെ, ട്രൈബൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും അതിൻ്റെ ഡിഫറൻസും നമ്മൾ പഠിച്ചു. നിങ്ങൾ പാർട്ട് 2 വീഡിയോ കാണണം. പാർട്ട് 2 വീഡിയോയിൽ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റീസ് ആൻഡ് അർബൻ സൊസൈറ്റീസ് ഓൾറെഡി നമ്മൾ ഉണ്ട്, നമ്മുടെ വീഡിയോയിലുണ്ട്. നിങ്ങൾ വീഡിയോ കാണണം. ഓക്കെ, ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷനായിട്ടാണ് നിങ്ങൾ പാർട്ട് 3 വീഡിയോ കാണേണ്ടത്. ഈ വീഡിയോയോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദ്യത്തിൻ്റെ ആൻസർ പഠിപ്പിക്കുകയാണ്. ഹൗ ദിസ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി സ്ട്രെങ്തൻ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ റൂറൽ സൊസൈറ്റികളും അർബൻ സൊസൈറ്റികളും എങ്ങനെ ശക്തിപ്പെടുത്തുന്നു, എങ്ങനെ അതിനെ സഹായിക്കുന്നു, അതിനെ എൻറിച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ 2 തരം സൊസൈറ്റീസും ഉണ്ടായി. പക്ഷേ ഈ 2 സൊസൈറ്റികളും ഇൻ്റർ ഡിപ്പെൻഡൻസിലൂടെ, പരസ്പരമുള്ള കോ എക്സിസ്റ്റൻസിലൂടെ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് പഠിക്കാം. The cities depend on the village for the raw materials for food, technology and market. Cities, they depend on the villages for raw material. ഇപ്പോൾ സിറ്റീസിൽ നമുക്കറിയാം ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്. ഈ ഫാക്ടറീസിന് റോ മെറ്റീരിയൽ ആവശ്യമുണ്ട്. ആ റോ മെറ്റീരിയലിനെ അവരാരെ ഡിപ്പെൻഡ് ചെയ്യും? സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ വില്ലേജ്. ഓക്കെ, ഫോർ ഫുഡിന് വേണ്ടിയും സിറ്റീസിൽ നമുക്കറിയാം അഗ്രികൾച്ചർ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ സിറ്റിയിലുള്ള ആളുകൾ ഫുഡിന് വേണ്ടി, ടെക്നോളജിക്ക് വേണ്ടി, മാർക്കറ്റിന് വേണ്ടി ആരെ ആശ്രയിക്കുന്നു? വില്ലേജ്. നമുക്കറിയാം സിറ്റികളിലാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി അവരാരെയാണ് സമീപിക്കേണ്ടത്? മാർക്കറ്റ് വേണമെങ്കിൽ അതിന് വില്ലേജ് വേണം. ഓക്കെ, so the cities depend on village for the raw material for food, technology and market. Modern trends in cities influence village as well. അപ്പോൾ വില്ലേജിലുള്ള ആളുകളുടെ ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും, അവരുടെ ജീവിതമാണെങ്കിലും, അവരുടെ കൺസ്ട്രക്ഷൻ സ്റ്റൈലാണെങ്കിലും എല്ലാം അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ദേ ഇമിറ്റേറ്റ് ദ സിറ്റീസ്. അപ്പോൾ സിറ്റീസിലുള്ള ആ രീതിയിലുള്ളൊരു വസ്ത്രധാരണം, ആ രീതിയിലുള്ളൊരു ഫുഡ്, ആ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്ട്രാറ്റജി, ഇതൊക്കെ വില്ലേജുകളിലും സ്വീകരിക്കും. നമുക്കറിയാം, ഇപ്പം നമ്മൾ വില്ലേജുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടെയുള്ള വീടുകളൊക്കെ സിറ്റിയിലുള്ള വീടുകൾ പോലെ തന്നെ അതുപോലെ മോഡേണായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ സിറ്റീസ് ഇൻഫ്ലുവൻസ് വില്ലേജ് ആസ് വെൽ. അല്ലാതെ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഓലമേഞ്ഞ വീടുകളോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വില്ലേജുകളിലും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവർ സിറ്റികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, റൂറൽ അർബൻ മൈഗ്രേഷൻ കണക്ട് ബോത്ത് സൊസൈറ്റി. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഒന്നും അത്ര വിസിബിൾ അല്ല. കാരണം എന്താണ്? റൂറൽ ആൾക്കാരെ അർബൻ ഏരിയയിലേക്കും
അർബൻ ഏരിയയിൽ നിന്നുള്ള ഒരു റൂറൽ ഏരിയയിലേക്കും അവരെന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ദ മൈഗ്രേഷൻ ബിറ്റ്വീൻ റൂറൽ ടു അർബൻ ആൻഡ് അർബൻ ടു റൂറൽ ഏരിയാസ് connect the both societies. Urban societies promote industrialization and provide modern employment opportunity. So, urban society, they provide employment opportunity for all people, including urban people and rural people. Okay. അപ്പോൾ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ്, ഒരു ഇക്വിലിബ്രിയം, നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാം. സോ വി ക്യാൻ സീ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ത്രൂ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് സ്ട്രെങ്തൻ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ ഈ റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും രണ്ട് ഡിസ്റ്റിങ്ക്ട് സൊസൈറ്റീസ് ആയിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇൻ മോഡേൺ ടൈം ദ ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ദിസ് റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ് strengthen the Indian social system. They maintain an equilibrium. എന്താണ് ഇക്വിലിബ്രിയം? റൂറൽ സൊസൈറ്റിയുടെ ആ ഒരു ഫീച്ചേഴ്സും അർബൻ സൊസൈറ്റി അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ നിലനിർത്തി പോവുകയല്ല ചെയ്യുന്നത്. The people from rural area, they migrate to the urban area, and urban people migrate to rural area. So they depend each other for raw materials, food, technology, modern trends. Okay. So we can see an equilibrium maintaining in India from this rural and urban societies. So in India, rural and urban societies strengthen Indian social system. അപ്പോൾ ഇങ്ങനെയാണ് ഈ റൂറൽ സൊസൈറ്റികളും അർബൻ സൊസൈറ്റികളും ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓക്കെ, അവരൊരിക്കലും ഒരു തടസ്സമല്ല ഉണ്ടാക്കുന്നത്. പിന്നെന്താണ്, അവരെ പരസ്പര ഇൻ്ററാക്ഷനിലൂടെ, ഇൻ്റർഡിപ്പെൻഡൻസിലൂടെ, കൊടുക്കൽ വാങ്ങലിലൂടെ, അവരുടെ മൈഗ്രേഷനിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ അവർ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ പഠനത്തിലേക്ക് പോകാം. ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം. എന്താണ് ഡൈവേഴ്സിറ്റി, എന്താണ് പ്ലൂറലിസം? ഡൈവേഴ്സിറ്റിയിലൂടെ നമ്മൾ പ്ലൂറലിസത്തിലേക്ക് എത്തണം, എങ്കിലേ നമുക്ക് നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സോഷ്യൽ സയൻസിലെ ചെറിയ ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഇന്ത്യയിൽ ഒരു യൂണിറ്റി ഉണ്ടാകണം. യൂണിറ്റി അല്ലേ, ഒരു ഇന്ത്യക്കാരൻ എന്ന ആ ഒരു ദേശീയ ബോധം, അതിനെയാണ് നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ, യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഡൈവേഴ്സിറ്റി കൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഡൈവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകണം? പ്ലൂറലിസത്തിലേക്ക് പോകണം. അവിടെ നമ്മൾ എന്ത് കണ്ടെത്തണം? നാഷണൽ ഇൻ്റഗ്രേഷൻ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ ആ ഒരു ഫസ്റ്റ് പിക്ചറിലേക്ക് നോക്കിയേ. പല ഡൈവേഴ്സ് ക്രീച്ചേഴ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, ട്രീസ്, പ്ലാന്റ്സ്, എവറിത്തിങ് നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ? പ്ലാന്റ്സും ട്രീസും ആനിമൽസും ബേർഡ്സും ഫിഷും എല്ലാം ചേർന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവയോൺമെൻറ്റ്, നമ്മുടെ ഈ നേച്ചർ, ഇത് ഒരു ബയോഡൈവേഴ്സിറ്റി എന്നാണ് ഇതിന് പറയുക. അവിടെ ഡൈവേഴ്സിറ്റിയാണ്. മനുഷ്യനെ പോലെയുള്ള മൃഗങ്ങളെ പോലെയുള്ള പക്ഷികളെ പോലെയുള്ള പൂക്കളെ, ചെടികൾക്ക് വേറെ ഐഡൻറ്റിറ്റി, പൂക്കൾക്ക് വേറെ ആനിമൽസിന് വേറെ ഐഡൻറ്റിറ്റി, മറ്റ് പിന്നെ ബേർഡ്സ്, ഫിഷ്, ഇവർക്കെല്ലാം സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലും നമുക്ക് ഈ ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. ഏതൊക്കെ കാര്യത്തിൽ കാണാൻ പറ്റും? റിലീജിയൻ, പല ഡിഫറെൻറ്റ് റിലീജിയൻസ് ഉണ്ട്. അതുപോലെ ലാംഗ്വേജ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ട്. റേസ്, ഡിഫറെൻറ്റ് റേസസ് ഉണ്ട്. നമുക്ക് മംഗോൾ റേസിൽപ്പെട്ടവരെ, ഡ്രവിഡിയൻ റേസിൽപ്പെട്ടവരെ, ആര്യൻ റേസിൽപ്പെട്ടവരെ, ട്രൈബൽസ്, ഓക്കെ, ഈവൻ നെഗ്രിറ്റോ റേസിൽപ്പെട്ടവർ വരെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നെഗ്രിറ്റോ അല്ലേ, ആഫ്രിക്കയിലൊക്കെയുള്ള നെഗ്രിറ്റോ. അപ്പോൾ ഡിഫറെൻറ്റ് റേസസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് റിലീജിയൻസ്, ഡിഫറെൻറ്റ് കാസ്റ്റ്, ഓക്കെ, റിച്ച്, പുവർ, അങ്ങനെ ഡൈവേഴ്സിറ്റി ഇന്ത്യയിലും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഒരു റിയാലിറ്റിയാണ് ഈ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമുക്ക് പഠിക്കാം എന്താണ് ഡൈവേഴ്സിറ്റി, എന്താണ് പ്ലൂറലിസം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം? Diversity in society means the presence of differences within society. Differences are diversity.
ദ പ്രസൻസ് ഓഫ് ഡിഫറൻസസ് വിതിൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെയാണ് ഡൈവേഴ്സിറ്റി എന്നുള്ള വേർഡ് കൊണ്ടായിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, റേഷ്യൽ ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റി. All these are the diversities present in India. Cultural, linguistic, racial and religious. These diversities may not have mutual relations or mutual respect. ഓരോ ഡൈവേഴ്സിറ്റിയിലും ഇപ്പം നമ്മൾ ലാംഗ്വേജ് അല്ലെങ്കിൽ കൾച്ചർ, അതല്ലെങ്കിൽ റിലീജിയൻ, അതല്ലെങ്കിൽ റേസ്, ഏതൊരു ഡൈവേഴ്സിറ്റി ആണെങ്കിലും ദേ ഡു നോട്ട് ഹാവ് എനി മ്യൂച്വൽ റിലേഷൻ, മ്യൂച്വൽ റെസ്പെക്ട്. ഓരോ റിലീജിയനിലും പെട്ടവരെന്താണ് വിചാരിക്കുക? എൻ്റെ റിലീജിയനാണ് ഏറ്റവും ബെസ്റ്റ് വൺ. ഓരോ ലാംഗ്വേജും പറയുന്നവരെന്താണ് വിചാരിക്കുക? മൈ ലാംഗ്വേജ് ഇസ് ദ ബെസ്റ്റ്. ഓരോ റേസിലും പെട്ടവർ എന്ത് പറയും? വി ആർ ദ സൂപ്പർ റേസ്. ഓക്കെ, വി ആർ സൂപ്പർ. ആര്യൻസ് പറയും വി ആർ സൂപ്പർ. ദ്രവീഡിയൻസ് പറയും വി ആർ ഓൾസോ സൂപ്പർ. ദേ ആർ നോട്ട് സൂപ്പർ. നമ്മൾ ഓരോരുത്തരും പറയുന്നതല്ല, അവരല്ല ശരി, നമ്മളാണ് ശരി. അങ്ങനെ ഡൈവേഴ്സിറ്റിയിൽ എന്തില്ല? ദേ മേ നോട്ട് ഹാവ് മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ റിലേഷൻ. പക്ഷേ ഇതല്ല പ്ലൂറലിസം. പ്ലൂറലിസം ഇൻവോൾവ് എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസസ്, റിലീജിയൻസ്, റേസസ് live together in a society by following their own traditions and interests. In a plural society, people, they follow their own race, their own tradition, their own culture, their own language, okay, their own religious practices, but they live together. Without respecting others, with respect. അപ്പോൾ ഡൈവേഴ്സിറ്റിയിൽ റെസ്പെക്റ്റ് ഇല്ല. പക്ഷേ പ്ലൂറലിസത്തിലോ അവരവരുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദേ റെസ്പെക്റ്റ് ഈച്ച് അതർ. മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് we can see in plural society. Pluralism involved a situation where people of different social classes, race, religion live together in a society. They follow their own traditions, their own religious practices. അപ്പോൾ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്ലൂറലിസത്തിൽ ഒരു റിലീജിയനിലുള്ള ആളുകൾ വേറൊരു റിലീജിയനിലേക്ക് പോയി ചേരുക, അല്ലെങ്കിൽ ഇവരുടെ റിലീജിയൻ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിൽ പോയി ചേരുക, അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്? അവനവൻ്റെ റിലീജിയൻ, അവനവൻ്റെ ലാംഗ്വേജ്, അവനവൻ്റെ കൾച്ചർ, അതൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? വി റെസ്പെക്റ്റ് അതേഴ്സ്, വി റെസ്പെക്റ്റ് അതർ റിലീജിയൻസ്, വി റെസ്പെക്റ്റ് അതർ കൾച്ചർ, വി റെസ്പെക്റ്റ് അതർ ലാംഗ്വേജസ്. ഇപ്പം നമ്മൾ മലയാളം പറയുന്ന ആളുകൾ മലയാളം ഉപേക്ഷിച്ച് പോയി തമിഴ് പഠിക്കണമെന്നൊന്നുമില്ല. പഠിക്കാം, പക്ഷെ മലയാളത്തിൽ നമ്മൾ നിലനിൽക്കണം. പക്ഷേ തമിഴ് പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് പ്ലൂറലിസം. Pluralism promotes communication between different social groups, fostering mutual respect, love, friendship, irrespective of their diversity. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ ഒന്ന് നോക്കിയേ. നമ്മുടെ ക്ലാസ്സിൽ പല റിലിജിയനിൽപ്പെട്ട ആളുകളുണ്ട്. ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, പാഴ്സീസ് ഉണ്ട്, ജെയിൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്, സിഖുകാരും കാണും. ബട്ട് നമ്മളപ്പോൾ പോയി മറ്റു റിലിജിയനിലേക്ക് പോയി അവരുടെ കൂടെ ചേരുകയാണോ ചെയ്യുന്നത്? നോ, വി ഫോളോ അവർ ഓൺ റിലിജിയൻ, our own language, our own culture, but we respect others. We respect other religion, we respect other races, we respect other languages, and we live together. Okay, that is pluralism. If diversity naturally exists, pluralism has to be intentionally cultivated. ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് അവിടെ എക്സിസ്റ്റ് ആണ്. പല റിലീജിയൻ ഉണ്ട്, അത് നാച്ചുറലി നമ്മളാരും ഉണ്ടാക്കിയതല്ല. പല റിലീജിയൻസ് ഇന്ത്യയിൽ എങ്ങനെ പല റിലീജിയൻസ് വന്നു? പല റിലീജിയൻസ് കാലാകാലങ്ങളിൽ ഇവിടേക്ക് വന്നു. അത് നാച്ചുറലാണ്. സോ ഡൈവേഴ്സിറ്റി നാച്ചുറലി എക്സിസ്റ്റ്, ബട്ട് പ്ലൂറലിസം ഹാസ് ടു ബി ഇൻറ്റൻഷനലി കൾട്ടിവേറ്റഡ്. ഇൻറ്റൻഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാം? മനഃപൂർവ്വം അല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മളോട് ചിലർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നിനക്കത് അബദ്ധം പറ്റിയതല്ല, നീ ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് പറയും അല്ലേ? അങ്ങനെ പറയില്ല കേട്ടോ. ഇൻറ്റൻഷനലി ചെയ്തതാണെന്ന് നമ്മൾ പറയും, കാരണം മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ പ്ലൂറലിസം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം, ഇൻറ്റൻഷനലി കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ
റിലീജിയൻ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ ഇൻറ്റൻഷനലി മറ്റ് റിലീജിയൻസിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമ്മൾ ഇൻറ്റൻഷനലി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഡൈവേഴ്സിറ്റി അവിടെ ഓൾറെഡി നാച്ചുറലി എക്സിസ്റ്റ് ആണ്. പക്ഷേ പ്ലൂറലിസോ, ഈ സെൻറ്റൻസ് മറന്നുപോയല്ലേ, ഇഫ് ഡൈവേഴ്സിറ്റി നാച്ചുറലി എക്സിസ്റ്റ്, പ്ലൂറലിസം ഹാസ് ടു ബി ഇൻറ്റൻഷനലി കൾട്ടിവേറ്റഡ്. നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും മറ്റ് റിലീജിയൻസിനെ റെസ്പെക്റ്റ് ചെയ്യാനും മറ്റ് ലാംഗ്വേജിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും മനഃപൂർവ്വം നമ്മളെ ഇൻറ്റൻഷനലി നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് എന്തുണ്ടാകുന്നത്? പ്ലൂറലിസം എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും നിങ്ങൾക്ക് മനസ്സിലായോ? ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിഫറൻസസ് ആണ്. പ്ലൂറലിസം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസസിനിടയിലും എന്ത് കാത്തു സൂക്ഷിക്കുന്നു? യൂണിറ്റി, റെസ്പെക്റ്റ്, ഫ്രണ്ട്ഷിപ്പ്. അതാണ് പ്ലൂറലിസം. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല, ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ പ്ലൂറലിസത്തേക്ക് വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനലി കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക, നമ്മൾ ഏത് റിലീജിയനിലാണോ ആ റിലീജിയനിൽ തന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ മറ്റു റിലീജിയൻസിലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ അതിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ മറ്റു ലാംഗ്വേജ് പറയുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് പ്ലൂറലിസം? ഇനി നമ്മുടെ രാജ്യത്ത് ഈ പ്ലൂറലിസത്തിന് ചലഞ്ചസ് ഉണ്ടോ? ഷുവർ, ചലഞ്ചസ് ഉണ്ട് അല്ലേ? എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? എല്ലാവരെയും നമ്മൾ യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാറുണ്ടോ? അല്ലെ എല്ലാവരെയും നമ്മൾ ലവ് ചെയ്യാറുണ്ടോ? എല്ലാവരുമായി നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. പക്ഷേ പ്ലൂറലിസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എന്നാൽ എല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, മാർജിനലൈസേഷൻ. ചില ആളുകളെ അവരുടെ റേസ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ റിലീജിയൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നു. മാർജിനലൈസേഷൻ. അങ്ങനെ മാർജിനലൈസ് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ മാർജിനലൈസ് ചെയ്യാൻ പാടില്ല. അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റെസ്പെക്ട് ദം ഓൾസോ. ഓക്കെ, വി റെസ്പെക്ട് ഓൾ റിലീജിയൻസ്, ഓൾ റേസസ്. നമ്മളെക്കാളും താഴ്ന്ന റേസാണ്, നമ്മളെക്കാൾ പൊങ്ങിയ റേസാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. വി മേ നോട്ട് മാർജിനലൈസ് എനിബഡി. അപ്പോൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, അതുണ്ടാകാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു ചലഞ്ച് നമുക്കുണ്ട്. മാർജിനലൈസ്ഡ് പീപ്പിൾ, നമ്മളതിന് മലയാളത്തിൽ എന്ത് പറയുന്നു? അരികുവൽക്കരണം എന്ന് പറയും. അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരെ. അതുപോലെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ. പൊളിറ്റിക്കൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കലി നമ്മൾ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഡെമോക്രസിയിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൊളിറ്റിക്കൽ പോളറൈസേഷൻ, ആ ധ്രുവീകരണം ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഇറ്റ്സ് എ ചലഞ്ച് ഓഫ് പ്ലൂറലിസം. അപ്പോൾ പ്ലൂറലിസത്തിനെ, മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ്, സ്നേഹം, യൂണിറ്റി, ഇതിനെതിരാണ് ഈ പൊളിറ്റിക്കൽ പോളറൈസേഷൻ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ദെൻ എക്സ്ട്രീമിസം. നമുക്കറിയാം ഏത് കാര്യത്തിലും തീവ്രവാദ സ്വഭാവം ഉണ്ടാവുക. എൻ്റെ മതം മാത്രം മതി, എൻ്റെ റിലീജിയൻ മാത്രം മതി, എൻ്റെ ലാംഗ്വേജ് മാത്രം മതി, എൻ്റെ റേസ് മാത്രം മതി, ബാക്കി എല്ലാവരെയും നശിപ്പിക്കണം. വി ഹാവ് ടു ഡിസ്ട്രോയ് ഓൾ അതർ റിലീജിയൻസ്, വി ഹാവ് ടു ഡിസ്ട്രോയ് ഓൾ അതർ റേസസ്, ഓൾ അതർ കമ്മ്യൂണിറ്റീസ്. അത് നമ്മൾ ശരിയല്ല. അങ്ങനെ ചിന്തിക്കുന്നവരെയാണ് നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളെന്ന് പറയുക, തീവ്രവാദികളവരെ. അപ്പോൾ എക്സ്ട്രീമിസം നമ്മുടെ രാജ്യത്തുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുണ്ട്. അവർ മറ്റ് മതത്തിൽപ്പെട്ടവരെ, മറ്റ് റേസിൽപ്പെട്ടവരെ, മറ്റ് ലാംഗ്വേജിൽപ്പെട്ടവരെയൊക്കെ കൊല്ലും, അവരെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പ്ലൂറലിസത്തിന് ഒരു ചലഞ്ചാണ്, എക്സ്ട്രീമിസം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഇന്ത്യ ബിക്കം എ പ്ലൂറലിസ്റ്റിക് നേഷൻ? നമുക്ക് എങ്ങനെ ഒരു പ്ലൂറലിസ്റ്റിക് നേഷനായി മാറാം? ഈ ചലഞ്ചസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് ഈ പ്ലൂറലിസത്തിൻ്റെ ചലഞ്ചസ് സോൾവ് ചെയ്യാം? ഫസ്റ്റ്, ഇന്ത്യ ബിക്കം എ പ്ലൂറലിസ്റ്റിക് നേഷൻ വെൻ വി അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് അവർ ഡൈവേഴ്സിറ്റി. ഫസ്റ്റിലെ നമ്മൾ നമ്മുടെ ഡൈവേഴ്സിറ്റിയെ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി ഉള്ള നേഷനാണെന്ന് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം. രണ്ട് വാക്കുകളാണ്, അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്. ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് നമുക്ക് മറ്റു മതങ്ങൾ ഇവിടെ വേണ്ട, മറ്റ് റേസസ് ഇവിടെ വേണ്ട, മറ്റ് കമ്മ്യൂണിറ്റികൾ ഇവിടെ വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യം, അല്ലേ, അതൊരു സത്യമാണ്. ആ സത്യത്തെ നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഡൈവേഴ്സിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുണ്ടാകത്തില്ല? മാർജിനലൈസേഷൻ ഉണ്ടാകത്തില്ല, പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാകത്തില്ല, എക്സ്ട്രീമിസം ഉണ്ടാകത്തില്ല. First, we have to accept and respect diversity. We can overcome the challenges to Indian pluralism through national integration. നമ്മൾ ദേശീയത കൊണ്ടുവരണം, നാഷണൽ ഇൻ്റഗ്രേഷൻ നമ്മൾ നടപ്പിലാക്കണം. അതിന് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ സഹായിക്കും, ലോസ് സഹായിക്കും, നമ്മുടെ നാഷണൽ എംബ്ലം, നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, ഓൾ ദീസ് തിങ്സ്, നാഷണൽ ഫെസ്റ്റിവൽസ്, സെലിബ്രേഷൻസ്, all these help us to cultivate national integration. So through national integration and unity, we can strengthen pluralism. അപ്പോൾ പ്ലൂറലിസത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷനിലേക്ക് വരണം. വി ഹാവ് ടു അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് നാഷണൽ ഇൻ്റഗ്രേഷൻ? സജസ്റ്റ് സം ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊമോട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ ഇൻ ഇന്ത്യ. എന്താണ് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ? എന്താണ് ഈ ദേശീയത? ഓക്കെ, അതെങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ എന്താണ് ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ വേണം. ഓക്കെ, വാട്ട് ഈസ് ദിസ് നാഷണൽ ഇൻ്റഗ്രേഷൻ? എങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം. നാഷണൽ ഇൻ്റഗ്രേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, റിലീജിയൻ, ലാംഗ്വേജ്, റീജിയൻ, കൾച്ചർ, റെസ്പെക്റ്റഡ് ടു ദെയർ ഡൈവേഴ്സിറ്റി, ലീഡിങ് ടു എ യൂണിഫൈഡ് ആൻഡ് ഹാർമോണിയസ് സ്റ്റേറ്റ്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ ഈസ് എ പ്രോസസ്സ്. ആ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷൻ നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ദാറ്റ് ഈസ് എ ലോങ് പ്രോസസ്. ഇറ്റ്സ് എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റിലിജൻസ്, ലാംഗ്വേജസ്, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് ആൻഡ് കൾച്ചർ റെസ്പെക്റ്റഡ് ഫോർ ദെയർ ഡൈവേഴ്സിറ്റി. അവരെ റെസ്പെക്റ്റഡ് ആകുന്ന അവസ്ഥയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് വല്ല ഉപകരണവും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നോ, ഉപകരണമൊന്നുമില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മൾ കണ്ണ് തുറന്ന് നോക്കണം. അവിടെ നമ്മൾ എന്ത് നോക്കണം? മറ്റ് റിലീജിയൻസിലുള്ളവർ റെസ്പെക്റ്റഡ് ആകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു റിലീജിയനിലെ ആളുകൾക്ക് ഷെയിംഫുള്ളായിട്ടുള്ള അവസ്ഥയുണ്ടോ? അവർ മറ്റുള്ളവരാൾ റെസ്പെക്റ്റഡ് ആകുന്നുണ്ടോ? ഏത് റേസിലുള്ള ആളുകളെയും നമ്മൾ നോക്കുക, അവരൊക്കെ റെസ്പെക്റ്റഡ് ആകുന്നുണ്ടോ? ഇപ്പോൾ ട്രൈബൽ പീപ്പിൾ, അവർ റെസ്പെക്റ്റഡ് ആകുന്നുണ്ടോ? ആരെങ്കിലും മാർജിനലൈസ്ഡ് ആയിട്ട് മാറി നിൽക്കപ്പെടുന്നുണ്ടോ? എങ്കിൽ നാഷണൽ ഇൻ്റഗ്രേഷൻ ഇല്ല. ആരും മാർജിനലൈസ്ഡ് പീപ്പിളായി നിൽക്കുന്നില്ല. എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകളെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ രാജ്യത്തെ നാഷണൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്. So national integration is a process by which people from different background, religion, language, regions and culture are respected to their diversity, leading to a unified and harmonious state. അങ്ങനെ ഒരു യൂണിഫൈഡ് ഹാർമോണിയസ്, എന്താണ് ഈ ഹാർമണി? ഒരു ഐക്യം അല്ലേ? ഹാർമോണിയസ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ ഇൻ്റഗ്രേഷനിലാണ്. നാഷണൽ ഇൻ്റഗ്രേഷനിലേക്ക് വന്നു. പക്ഷെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നാഷണൽ ഇൻ്റഗ്രേഷന് ചില കുറവുകളൊക്കെ ഉണ്ട് അല്ലേ? അതിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു പ്രോസസ്സാണ്. വി ക്യാൻ കണ്ടിന്യൂ ദ പ്രോസസ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കിയേ. ഇറ്റ് ഈസ് ഓൾസോ എംഫസൈസസ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി ആൻഡ് പബ്ലിക് ഐഡൻറ്റിറ്റി വെയിൽ റെസ്പെക്റ്റിംഗ് ദെയർ ഡൈവേഴ്സിറ്റി. സോ വി ഹാവ് ടു റെസ്പെക്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് വി ഹാവ് ടു അക്സെപ്റ്റ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് വി ഹാവ് ടു എംഫസൈസ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി ആൻഡ് പബ്ലിക് ഐഡൻറ്റിറ്റി. അപ്പോൾ എല്ലാവരുടെയും ഐഡൻറ്റിറ്റിയെ, എല്ലാവരുടെയും സോളിഡാരിറ്റിയെ, പബ്ലിക് ഐഡൻറ്റിറ്റിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ഡൈവേഴ്സിറ്റിയെ റെസ്പെക്റ്റും അക്സെപ്റ്റും ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നാഷണൽ ഇൻ്റഗ്രേഷനിലേക്ക് വരാം. ഓക്കെ, ഇനി നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊമോട്ട് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷണൽ കരിക്കുലം റിഫോം. നമ്മൾ കരിക്കുലത്തിൽ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ട കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തണം. നമ്മുടെ കരിക്കുലത്തിലുണ്ട് കേട്ടോ. നമ്മുടെ സിലബസിലെ നാഷണൽ ഇൻ്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. കരിക്കുലം
ദെൻ കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഫെസ്റ്റിവൽസ്, എല്ലാ മതങ്ങളെയും എല്ലാ റേസസിനെയും ചേർത്തുകൊണ്ടുള്ള കൾച്ചറൽ പ്രോഗ്രാമുകളും ഫെസ്റ്റിവൽസും അറേഞ്ച് ചെയ്യുക. അതിലൂടെ നമുക്ക് നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാം. ലാംഗ്വേജ് ലേണിംഗ്, മറ്റ് ലാംഗ്വേജസ് പഠിക്കുക, അവരുടെ കൾച്ചർ മനസ്സിലാക്കുക, അങ്ങനെ നമുക്ക് നാഷണൽ ഇൻ്റഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യാം. സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, സ്റ്റുഡൻസിനെ എക്സ്ചേഞ്ച് ചെയ്യുക. അല്ലേ, നമ്മുടെ നവോദയ സ്കൂളുകളിലൊക്കെ ഉള്ളതുപോലെ കുറച്ച് കാലത്തേക്ക് ഒരു ക്ലാസ്സിലേക്കൊക്കെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസിനെ, ഒരു സ്റ്റേറ്റിലെ സ്റ്റുഡൻറ്റിനെ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോവുക, അവിടുത്തെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുക, അങ്ങനെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് മറ്റ് റിലീജിയനെയും മറ്റ് ലാംഗ്വേജസിനെയും മറ്റ് കൾച്ചറുകളെ റെസ്പെക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ പഠിപ്പിക്കും. സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്, കൾച്ചറൽ പ്രോഗ്രാംസ് ആൻഡ് ഫെസ്റ്റിവൽസ്, എഡ്യൂക്കേഷണൽ കറിക്കുലം റീഫോംസ്, ലാംഗ്വേജ് ലേണിംഗ്, all these promote national integration. We can suggest these activities for promoting national integration. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട വേർഡ്സ് ഏതൊക്കെയാണ്? അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് ഡൈവേഴ്സിറ്റി. വി ഹാവ് ടു റെസ്പെക്റ്റ് അതർ റിലീജിയൻസ് ആൻഡ് അതർ കൾച്ചർ, ലാംഗ്വേജ്, ബാക്ക്ഗ്രൗണ്ട്, റേസസ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഓക്കെ, then national integration features. What are the features of national integration? First, nature's unity and diversity. Unity in diversity is the first feature of national integration. നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ. എപ്പോഴും ഓർത്തോണം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വി ഹാവ് ടു റെസ്പെക്റ്റ് ആൻഡ് അക്സെപ്റ്റ് ഡൈവേഴ്സിറ്റി, ബട്ട് വി ഹാവ് ടു ലീഡ് എ യൂണിഫൈഡ് ലൈഫ്. Encourage social unity, develop national identity, encourage social development, strengthen democratic governance, helps to overcome the challenges of pluralism. Challenges of pluralism ഏതൊക്കെയായിരുന്നു? എക്സ്ട്രീമിസം, മാർജിനലൈസേഷൻ, പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഒക്കെ ആയിരുന്നു. അതിനെ നമ്മൾ ഓവർകം ചെയ്യുക. അതാണ് ഫീച്ചർ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, എൻകറേജ് സോഷ്യൽ യൂണിറ്റി, develop national identity, encourage social development, strengthen democratic governance, and helps to overcome challenges of pluralism. These are the features. അപ്പോൾ ഈ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാലും പ്ലൂറലിസം എന്ന് പറഞ്ഞാലും എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. ആക്സെപ്റ്റ് ആൻഡ് റെസ്പെക്റ്റ് ഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, ലവ്, റെസ്പെക്റ്റ് ഈച്ച് അതർ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിനി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ധാരാളം റിവിഷൻ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവിഷൻ പ്രോഗ്രാംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.